ഹലോ അസ്സാം വലൈക്കും. ഷബൂറിയാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 8 ഉള്ളിയും 2 വലിയ തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. 8 ഉള്ളിയിൽ നിന്ന് പകുതി ഉള്ളി പൊരിച്ച് മാറ്റി വെക്കാനും ബാക്കിയുള്ളത് മസാലയ്ക്കും വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു 8 പച്ചമുളകും 12 അല്ലി വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചിയും മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഐറ്റംസ്. ബാക്കി പൊടികളൊക്കെ ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കിയാലോ. ഞാനിവിടെ മസാല ഉണ്ടാക്കാൻ കുക്കറാണ് എടുക്കുന്നത്. അതായത് ഉള്ളിയും തക്കാളിയും വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും പിന്നെ ഒരിത്തിരി ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിലും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ ഗ്യാസിൽ വെക്കാവുന്നതാണ്. അങ്ങനെ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഉള്ളിയും തക്കാളിയും വഴന്ന് വരുന്നതിൻ്റെ സമയം കൊണ്ട് നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെക്കാം. ഈ പാനിലേക്ക് കുറച്ച് RKGയും കുറച്ച് ഓയിലും ചേർത്ത് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ആ ഉള്ളി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഉള്ളിയൊക്കെ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുക്കർ 3 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിനാവശ്യം മെയിൻ താരമാണ് നമ്മുടെ ചെമ്മീൻ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചതാണ്. അതൊരു പാനിലിട്ടിട്ട് കുറച്ച് സമയം ഫ്രൈ ചെയ്തെടുക്കാം. ഓവർ ഫ്രൈ ആവണ്ട, കുറച്ച് ഫ്രൈ ആയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് കോരി എടുത്ത് വെക്കാം. പിന്നെ അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുന്തിരിയും ഇട്ടിട്ട് ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. അതൊക്കെ നന്നായിട്ട് ബ്രൗണായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്താണ്, അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകും. അങ്ങനെ എല്ലാം കൂടി വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ മസാല ഉണ്ടാക്കി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ കുക്കറിൽ വഴറ്റിയെടുത്ത ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനായി ഞാൻ 1 സ്പൂൺ ചിക്കൻ മസാലയും 1 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഇതിൻ്റെ മെയിൻ താരമായ ബിരിയാണി മസാല, വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ മസാലയാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല പൊടികളൊക്കെ ഇതിൽ ചേർത്തപ്പോൾ തന്നെ നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെമ്മീൻ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ഉള്ളിയും തക്കാളിയും വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാവേ. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഇത്തിരി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഇതിനാവശ്യമായ 2 സ്പൂണ് തൈരും 1 നാരങ്ങയുടെ പകുതി നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, നന്നായി എല്ലാ ഭാഗത്തും തൈരിൻ്റെയും ചെറുനാരങ്ങയുടെ ഒക്കെ പുളിയെത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേക്കും മല്ലിയിലയാണ് നമുക്ക് പ്രധാനം. മല്ലിയില ഇല്ലെങ്കിൽ പിന്നെന്ത് ബിരിയാണിയാണ്. അങ്ങനെ കുറച്ച് മല്ലിയിലയും അതിൻ്റെ കൂടെ ഒരിത്തിരി കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയില്ലേ, അതിൽ നിന്നൊരു കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് അടുത്തതായിട്ട് ചോറുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നേരത്തെ ഉള്ളി പൊരിച്ചെടുത്ത എണ്ണയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്കായിട്ട് 2 ബേ ലീഫും ഒരു വലിയ കഷ്ണം പട്ടയും പിന്നെ 2 ഏലക്കായും ഒരു 4 ഗ്രാമ്പുമാണ് ചേർക്കുന്നത്. എണ്ണ ചൂടായി സ്പൈസസൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിന് അരി ആവശ്യമുണ്ട്. അതിനായി ഞാൻ അഗർവാൾ അരിയാണ് എടുത്തിരിക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ്. അങ്ങനെ അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോറ് വറുത്തിട്ടാണ് വെക്കുന്നത്. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആ വറുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം അതങ്ങ് വറുത്തെടുത്തു. വറുക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വറുത്ത് വെക്കുമ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് വേണം ചോറിലൊഴിക്കാൻ. പിന്നെ ഞാൻ അരി അളന്നെടുക്കുന്ന ഒരു ഗ്ലാസ്സാണ് ഇത്. ഇതിൽ 3 ഗ്ലാസ് അരിയാണ് 1 കിലോ അരി. അപ്പോൾ ഇങ്ങനത്തെ 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഇതാ അരി ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1 സ്പൂൺ ഉപ്പ് എന്ന നിലക്കാണ് ഇട്ട് കൊടുക്കൽ. അങ്ങനെ ഞാൻ 3 സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീണ്ടും നന്നായിട്ടൊന്ന് അരി വറുത്തെടുത്തു. അപ്പോൾ അരി നമുക്കൊരു പരിവായോ വെള്ളം ഒഴിക്കേണ്ട പരിവായോ അറിയാൻ വേണ്ടിയിട്ട് ഒരു അരി ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ പൊട്ടുന്നൊരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ്. അങ്ങനെ ഞാനിത് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്തു. അങ്ങനെ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അരിയും വെള്ളമൊക്കെ കൂടി ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അടുപ്പ് വെച്ചത് ഒരു 10 മിനിറ്റ് വേവിക്കാവുന്നതാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് അടുപ്പ് തുറന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണ്. അങ്ങനെ കറിവേപ്പില ഇട്ട് തീ ചെറുതായിട്ട് കുറച്ച് വെച്ചു. എന്നിട്ട് വീണ്ടും അതിൻ്റെ മൂടി ഇട്ടിട്ട് ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം നമ്മുടെ ചോറ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഇത്തിരിയും കൂടി വേവാനുണ്ട്. അങ്ങനെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ മൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും വേവിക്കാൻ വെച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്, എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ദമ്മിടാൻ ആവശ്യമായ കുറച്ച് സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് സാഫ്രോൺ പൗഡർ. ഇത് നമ്മൾ പനീറിൽ ചേർത്തിട്ടാണ് വെച്ചിട്ടിരിക്കുന്നത്. ഒരു കളറിന് വേണ്ടിയാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് മല്ലിയിലയും ഒക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരിത്തിരി ഗരം മസാല, അത് നിർബന്ധമാണ്. അങ്ങനെ ഇതാ ഞാനിപ്പം ചോറ് ദമ്മിടാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഒറ്റ ലെയറായിട്ടാണ് ചോറ് ദമ്മിടാൻ വേണ്ടി പോകുന്നത്. അപ്പം കുറച്ച് ചോറ് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഉള്ള ചോറിലേക്ക് ഞാൻ ഈ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മസാല എല്ലാ ഭാഗത്തും കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെയൊക്കെ ആവശ്യമായ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയും കുറച്ച് കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ബിരിയാണിയുടെ മെയിൻ താരമായ കുറച്ച് മല്ലിയിലയും കൂടി ആ മസാലയുടെ മുകളിലാക്കി വിതറി കൊടുത്തു. പിന്നെ പൊരിച്ച് വെച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചോറും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ബാക്കി വരുന്ന നമ്മുടെ ഉള്ളി പൊരിച്ചെടുത്തതും പിന്നെ മല്ലിയിലയും സാഫ്രോൺ കളറും ഒക്കെ കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ നേരത്തെ പനിനീർ ചതച്ച് വെച്ച സാഫ്രോൺ പൗഡറും കൂടി ഇട്ട് കൊടുത്തു. ഇതൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, ഓരോരാൾക്കും ഓരോ താല്പര്യത്തിനനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളങ്ങനെ കളർ കൊടുക്കുക, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്താവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ബായ്. അസ്സലാമു അലൈക്കും.